Question. Cost you must pay whether your business is doing well or not. Option. Variable cost, fixed cost, accounts payable, margin. Answer. Fixed costs. Fixed costs. Fixed costs are expenses that remain constant regardless of the level of production or sales. This means they must be paid even if the business is not making a profit or experiences a downturn in activity. Examples of fixed costs include rent, salaries, insurance, and property taxes. ഉൽപ്പാദനത്തിൻ്റെയോ വിൽപ്പനയുടെയോ നിലവാരം പരിഗണിക്കാതെ സ്ഥിരമായി നിലനിൽക്കുന്ന ചെലവുകളാണ് ഫിക്സഡ് കോസ്റ്റ്. അതായത് ബിസിനസ് ലാഭം നേടുന്നില്ലെങ്കിലോ പ്രവർത്തനത്തിൽ മാന്ദ്യം അനുഭവിക്കുകയാണെങ്കിൽ പോലും അവ നൽകണം. ഉദാഹരണം റെൻറ്റ്, സാലറീസ്, ഇൻഷുറൻസ്, അതുപോലെ പ്രോപ്പർട്ടി ടാക്സ്. ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് പ്രോഡക്ട്സ് the cost incurred up to the point where individual product can be identified is called option prime cost, average cost, separation cost, joint cost. Answer. Joint cost. Joint cost. This is the cost incurred up to the split off point where individual products can be identified. Individual പ്രോഡക്ട്സിനെ തിരിച്ചറിയാൻ കഴിയുന്ന സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്, വിഭജന പോയിന്റ് വരെയുള്ള ചെലവിനെയാണ് ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് അപ് ടു ദി സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വേർ ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. വ്യക്തിഗത ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള ചെലവിനെയാണ് ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഇൻ ജോയിൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സസ് വേർ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് സൈമൾട്ടേനിയസ്ലി. ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ ഒരേ സമയം ഉൽപ്പാദിപ്പിക്കുന്ന സംയുക്ത ഉൽപ്പാദന പ്രക്രിയകളിൽ ഇത് നിർണായകമാണ്. ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ ഇൻ ജോയിൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സസ് വേർ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് സൈമൾട്ടേനിയസ്. ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ ഒരേ സമയം ഉൽപ്പാദിപ്പിക്കുന്ന ജോയിൻറ്റ് പ്രൊഡക്ഷൻ പ്രക്രിയയിൽ ഇത് നിർണായകമാണ്, ക്രൂഷ്യലാണ്. ദ അലോക്കേഷൻ ഓഫ് ജോയിൻറ്റ് cost to individual product is essential for accurate cost accounting. Accurate cost accounting കൃത്യമായ കണക്കെടുപ്പിന്, കൃത്യമായ ചെലവ് കണക്ക് നോക്കുന്നതിന് വ്യക്തിഗത ഉൽപ്പന്നങ്ങളുടെ ജോയിൻറ്റ് കോസ്റ്റ് അനുവദിക്കേണ്ടത് അത്യാവശ്യമാണ്. കൃത്യമായ ചെലവ് കണക്കെടുപ്പിന് വ്യക്തിഗത ഉൽപ്പന്നങ്ങൾക്ക് ജോയിൻറ്റ് കോസ്റ്റ് അനുവദിക്കേണ്ടത് അത്യാവശ്യമാണ്. Question. Inter-process profit arises when output of one process is transferred to another process at which price? Option. Cost plus profit price, cost price, actual price, none of the above. Answer. Cost plus profit price. Inter-process profit. It arises when the output of one process is transferred to another process at a higher price higher than the cost price. It arises ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് മറ്റൊരു പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാൾ ഉയർന്ന വിലയ്ക്കാണ്. ദിസ് ട്രാൻസ്ഫർ പ്രൈസ് ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് എ സെർട്ടൈൻ പ്രോഫിറ്റ് മാർജിൻ. ഈ ട്രാൻസ്ഫർ പ്രൈസിൽ എന്തൊക്കെയുണ്ടോ? ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഉൽപ്പാദന ചെലവും അതുപോലെ എ സെർട്ടൈൻ പ്രോഫിറ്റ് മാർജിനും. Cost plus profit price. Cost plus profit price. This is the price at which the output of one process is transferred to another price. ഈ പ്രൈസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്പുട്ട് മറ്റൊരു പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൈസിനാണ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് ദ ട്രാൻസ്ഫറിങ് പ്രോസസ് മേക്സ് എ പ്രോഫിറ്റ് വിച്ച് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദി ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി. ട്രാൻസ്ഫറിങ് പ്രോസസ്സിലൂടെ മേക്സ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുമെന്ന് ഇത് ഉറപ്പാക്കുന്നു. വിച്ച് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മൊത്തത്തിലുള്ള ലാഭക്ഷമതയിൽ ഇത് പ്രതിഫലിക്കുന്നു. Question. The budgeting method under which the budget is prepared from the scratch is known as incremental budgeting, flexible budgeting, static budgeting, zero-based budgeting, none of the above. Answer. Zero-based budgeting. Zero-based budgeting
Zero-based budgeting means each expense must be justified anew for every budget period, starting from a zero base, meaning the budget is built from the ground up without relying on previous year's figures. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്നാൽ ഓരോ ബഡ്ജറ്റ് കാലയളവിലും ഓരോ ചെലവും പുതുതായി ജസ്റ്റിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. സീറോ ബേസ് മുതൽ ആരംഭിക്കണം, അതായത് മുൻവർഷത്തെ കണക്കുകളെ ആശ്രയിക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ദാറ്റ് കോസ്റ്റ് ഇൻകോർഡ് ബൈ ദ ഫേം വിച്ച് ഡാഷ്. ഓപ്ഷൻസ്: has already been incurred and cannot be avoided, can be easily traceable to a product, are common to several products, are aggregate of variable cost. Answer: which are common to several products. Indirect costs are costs that benefit the entire company or multiple products rather than being directly attributable to a single product. They are costs like rent, utilities, salaries of administrative staff, and legal fees. These costs are essential for the company's operation but cannot be easily traced back to a specific product. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നത് ഒരു പ്രോഡക്റ്റിന് നേരിട്ട് കാരണമാകുന്നതിന് പകരം എൻ്റെ കമ്പനിക്കോ ഒന്നിലധികം പ്രോഡക്റ്റോ ഉൽപ്പന്നങ്ങൾക്കോ പ്രയോജനം ചെയ്യുന്ന ചെലവുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിനല്ലാതെ എൻ്റെ കമ്പനിക്കോ അല്ലെങ്കിൽ ഒന്നിലധികം ഉൽപ്പന്നങ്ങൾക്കോ പ്രയോജനം ചെയ്യുന്ന ചെലവുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. റെൻറ്റ്, യൂട്ടിലിറ്റി, സാലറീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ലീഗൽ ഫീസ് എന്നിവ പോലുള്ള ചെലവുകളെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ പ്രവർത്തനത്തിന് ഈ കോസ്റ്റുകൾ അത്യാവശ്യമാണ്, ബട്ട് കനോട്ട് ബി ഈസിലി ട്രേസ് ബാക്ക് ടു എ സ്പെസിഫിക് പ്രോഡക്റ്റ്. ക്വസ്റ്റ്യൻ. ബാച്ച് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ഇൻ ഇൻഡസ്ട്രീസ് ഡാഷ്. ഓപ്ഷൻസ്: എൻഗേജ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്, എൻഗേജ്ഡ് ഇൻ സർവീസ് ഇൻഡസ്ട്രീസ്, where distinct products are produced, where identical products are produced. Answer: where identical products are produced. Batch costing. Batch costing is a method of cost accounting used to track the cost of a group of identical or very similar products produced together. Since each batch is treated as a unit, it's deal for situations where identical items are manufactured in quantities. ബാച്ച് കോസ്റ്റിംഗ് എന്നത് ഒരു കൂട്ടം ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ വെരി സിമിലർ പ്രോഡക്ട്സുകളുടെ ചെലവ് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ വെരി സിമിലർ പ്രോഡക്റ്റുകളുടെ ചെലവ് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്. ബാച്ച് കോസ്റ്റിംഗ് ഓരോ ബാച്ചും ഓരോ യൂണിറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനാൽ ഐഡൻറ്റിക്കൽ ഐറ്റംസ് നിർമ്മിക്കുന്നതിന് ഇത് അനുയോജ്യമാണ്. ഉദാഹരണം മെഡിസിൻ, അതുപോലെ ഫുഡ് പ്രോഡക്ട്സ് തുടങ്ങിയവ.